കോവിഡ് സമയം നമ്മൾ കണ്ടത്. ഏറ്റവും കൂടുതൽ ഇവർക്ക് എന്ത് കോവിഡ് പകർന്നാൽ ഇവർ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോയി. അത് എല്ലായിടത്തും ഉണ്ടായി. നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ ഡൽഹി വരെ ഉണ്ടായ സംഭവമാണ്. ജനക്പുരി ഓർത്തഡോക്സ് ചർച്ചിൽ അവിടെ ആക്റ്റീവായിട്ടുള്ള മെമ്പർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പോലും അതായത് ഒരു സീനിയർ പോലീസുകാരനാണ് അവിടുത്തെ സെമിറ്റേരി പോയില്ലേ. കാരണം അവരുടെ മകള് അച്ഛനോട് പറഞ്ഞ അപ്പനെ അടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അതുവഴി പോയി കഴിഞ്ഞാൽ 1-2 പാസ്റ്ററോട് പറഞ്ഞ് പിന്നെ അവരതങ്ങ് ഏറ്റെടുത്തു. ഇതാണ് ഇതിൻ്റെ റീസൺ. നിങ്ങളിതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക. ഇവരത് അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ചില കാര്യങ്ങൾ ലോയേഴ്സിനെ വേണം, ഡൈവോഴ്സ് കേസ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഉള്ള ഇതിൽ ലോയർ കാണും. അതിനകത്തൊരു ഈ 90% ഓണസ്റ്റും ആയിരിക്കും. കാരണം അവരെ കിട്ടിയതനുസരിച്ച് ഇവരെ എല്ലാ രീതിയിലും അവരൊരു സെക്യൂർഡ് സോണിലോട്ട് പോയി. അതുകൊണ്ടാണ് ഈ ന്യൂ ജനറേഷൻ പ്രൊട്ടസ്റ്റൻ്റ് ഈ പെൻറ്റക്കോസ്റ്റൽ ചർച്ചിനകത്ത് ആത്മഹത്യ പറയുന്നത്. പിന്നെ സ്പിരിച്വലിയാണ് ഇവരെല്ലാം നേരിടുന്നത്. ഈ പറയുന്ന നമ്മുടെ ട്രഡീഷണൽ ചർച്ചിന് സ്പിരിച്വൽ ഇല്ലാതായി. ഇന്നത്തെ സ്പിരിച്വലിസം കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഇവർക്കൊരു സെല്ലും നെറ്റ്വർക്കും ഉള്ളതിൻ്റെ പേരിൽ പല ഭാഗത്ത് ഇവർ അറിയിപ്പോൾ ചെറുക്കന് പിന്നെ അടുത്ത് ജോലി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു, അവന് ട്രെയിനിങ്ങിൻ്റെ അടുത്ത് വേണം, ഇതാണ് ഇവരത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം ഇവർ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ വെച്ച് ഈ പയ്യൻ എവിടെയെങ്കിലും അത് പെട്ടെന്ന് റിലീഫ് അവന് കൊടുക്കുവാണ് ഫാമിലിക്ക്.